നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് പദയാത്രയ്ക്കിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തു. 50 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും 25 CPIM പ്രവർത്തകർക്ക് എതിരെയുമാണ് മയിൽ പോലീസ് കേസെടുത്തത്. തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പ്രദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അടുവാപ്പുറത്ത് കോൺഗ്രസ് നിർമ്മിച്ച ഗാന്ധി രക്തസാക്ഷി സ്തൂപം നേരത്തെ തകർത്തിരുന്നു. യൂത്ത് കോൺഗ്രസ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം സെക്രട്ടറി PR സനീഷിന്റെ വീടിന് നേരെ ആക്രമണവും നടന്നു. തകർത്ത സ്തൂപത്തിന് പകരം പുതിയ സ്തൂപം നിർമ്മിക്കുന്നതിനായി K. സുധാകരൻ തറക്കല്ലിട്ടിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നയിക്കുന്ന ജനാധിപത്യ സംരക്ഷണ യാത്രയ്ക്കിടെയാണ് സംഘർഷമുണ്ടായത്. ജാഥ മലപ്പുറം ടൗണിൽ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിലെത്തിയപ്പോഴാണ് ഇരുവിഭാഗങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായത്. പോലീസ് ഇടപെട്ട് ഇരുവിഭാഗങ്ങളെയും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും വാക്കേറ്റവും തുടർന്ന് സംഘർഷവും ഉണ്ടാവുകയായിരുന്നു. സംഘർഷത്തിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകന് മർദ്ദനമേറ്റു. CPIM ഓഫീസിന്റെ ചില്ല് തകർന്നു. CPIM പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു. കഴിഞ്ഞയാഴ്ച മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിന്റെ വീട് ആക്രമിക്കുകയും ഗാന്ധി സ്തൂപം തകർക്കുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥയും സമ്മേളനവും നടത്തിയത്. ജാഥയ്ക്കിടെയും സമ്മേളനത്തിന് ശേഷവും സംഘർഷമുണ്ടായി. യൂത്ത് കോൺഗ്രസ് നേരത്തെ അനുമതി വാങ്ങി നടത്തിയ പരിപാടിക്കിടെ CPIM പ്രവർത്തകരാണ് ആക്രമണം ഉണ്ടാക്കിയതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ്കാരോട് പിരിഞ്ഞു പോകാനാണ് പോലീസ് ആവശ്യപ്പെട്ടതെന്നും CPIMകാർ അക്രമം കാട്ടുന്നതിന് യൂത്ത് കോൺഗ്രസ്കാർ എന്തിനാണ് പിരിഞ്ഞു പോകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. OP YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.